നമസ്കാരം. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴാമത്തെയും അവസാനത്തെയും ഘട്ടത്തിനായുള്ള പ്രചാരണം ശക്തമാകുകയാണ്. ഇന്ന് നമ്മൾ കടക്കുന്നതും ആ ഏഴാം ഘട്ടത്തിലേക്ക് തന്നെ വിശദമായി തന്നെ 7 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്ര ഭരണ പ്രദേശത്തിലെയും 57 പാർലമെന്റ് മണ്ഡലങ്ങളിലേക്കാണ് ഈ അവസാന ഘട്ടത്തിൽ ജൂൺ 1-ാം തീയതി വോട്ടെടുപ്പ് നടക്കുന്നത്. അതായത് കാത്തിരിക്കുന്ന ആകാംക്ഷാഭരിതമായ ആ ഫലം അറിയാൻ അധികം സമയം ഇനി വേണ്ട എന്നുള്ള രീതിയിലേക്ക് എത്തുന്നു. അവസാന ഘട്ടത്തിനായുള്ള ആ പ്രചാരണം കൂടുതൽ ശക്തമാകുമ്പോൾ ഉത്തർപ്രദേശിലെയും പഞ്ചാബിലെയും 13 സീറ്റുകളുണ്ട്. പശ്ചിമ ബംഗാളിൽ 9 സീറ്റുകൾ, ബീഹാറിൽ 8 സീറ്റുകൾ, ഒഡീഷയിൽ 6 സീറ്റുകൾ ഇത്തവണ, ഹിമാചൽ പ്രദേശിൽ 4, ഝാർഖണ്ഡിൽ 3, കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിലെ 1 സീറ്റ്. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ്. 904 സ്ഥാനാർത്ഥികൾ ഈ ഘട്ടത്തിൽ മത്സരിക്കുകയും ചെയ്യുന്നു. മനു, 1 മുതൽ 6 വരെ വളരെ വ്യത്യസ്തമെന്നൊക്കെ പറയുന്ന രീതിയിൽ തന്നെ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ കടന്ന പ്രചാരണ വിഷയങ്ങളിലേക്ക് പോയി. അതെവിടെ തുടങ്ങി, എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാവുന്നത് കൂടിയാണ് ഈ ഏഴാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ. അത് ഏതെല്ലാം തരത്തിൽ മുന്നണികൾക്ക് ആത്മവിശ്വാസം തരുന്നുണ്ട്, എത്രത്തോളം മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം തരത്തിൽ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ട് ഏഴാം ഘട്ടത്തിലെത്തി നിൽക്കുന്നത്? സ്വാഭാവികമായും ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ വലിയൊരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട് എന്നാണ് അവരുടെ ഒരു അവകാശവാദം. നേരത്തെ അവർ ഈ തെരഞ്ഞെടുപ്പിൽ എത്ര എത്തും അല്ലെങ്കിൽ എത്ര സീറ്റ് നേടും എന്നൊക്കെ പറയാൻ വിമുഖത കാണിച്ചു നിന്ന് അവിടെ നിന്ന് ഇന്ത്യ മുന്നണി ഇപ്പോൾ ഏതായാലും BJPക്ക് വേണ്ട ഭൂരിപക്ഷം കിട്ടില്ല, നരേന്ദ്രമോദി അടുത്ത പ്രധാനമന്ത്രിയാകില്ല, അടുത്ത പ്രധാനമന്ത്രി ഇന്ത്യ മുന്നണി തീരുമാനിക്കും എന്നൊക്കെയുള്ള അവകാശവാദങ്ങളുമായി വരുന്നുണ്ട്. ഇടത് കക്ഷികളും ഇനി വരാനിരിക്കുന്ന പ്രധാനമന്ത്രി ആരെന്ന് തീരുമാനിക്കുന്നതിൽ ഒരു നിർണായക പങ്ക് അവർക്കും ഉണ്ടാകും എന്നൊക്കെ വ്യക്തമാകുകയാണ്. ഏതായാലും ഇനിയിരിക്കുന്ന 57 മണ്ഡലങ്ങളും BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. 2100 ആളുകളാണ് കേട്ടോ നോമിനേഷൻ കൊടുത്തത്. പക്ഷേ പലരുടെയും നോമിനേഷനൊക്കെ തള്ളിപ്പോയി, ചിലരുടേത് പിൻവലിക്കേണ്ടി വന്നു. അങ്ങനെ ആണ് ഏറ്റവും ഒടുവിൽ 904 സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് അണിനിരക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇനി ഈ ഏറ്റവും അവസാന ഘട്ടത്തിൽ വരുന്ന മണ്ഡലങ്ങൾ പ്രധാനമായും BJPക്ക് ഏറ്റവും നിർണായകമായ മണ്ഡലങ്ങളാണ്. ഉത്തർപ്രദേശിലേക്ക് നമുക്ക് വളരെ വിശദമായിട്ട് കടക്കാം. ഏതായാലും 13 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഈ ഏഴാം ഘട്ടത്തിലെ സ്റ്റാർ കാൻഡിഡേറ്റ്. വാരണാസി കൂടി ഉൾപ്പെടുന്നത് ഈ ഏഴാം ഘട്ടത്തിലായതുകൊണ്ട് തന്നെ പ്രചാരണത്തിന്റെ കേന്ദ്രസ്ഥാനം വാരണാസിക്ക് തന്നെയാണ് എന്നുള്ളതിൽ തർക്കമില്ല. ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെങ്കിൽ, അമിത്ഷാ ആണെങ്കിൽ, BJPയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ആ രീതിയിലുള്ള വാക്പോര് നടത്തിക്കൊണ്ടിരിക്കുന്നു. തിരിച്ച് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി ആണെങ്കിൽ, അഖിലേഷ് യാദവ് ആണെങ്കിൽ, ആ തരത്തിൽ അപ്പുറത്ത് കേജ്രിവാളൊക്കെ ആണെങ്കിൽ, ഉത്തർപ്രദേശ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ആറാം ഘട്ടത്തൊക്കെ തീരുന്ന സമയത്ത് അതിരൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾക്ക്, വളരെ വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾക്ക് വരിക, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുന്ന ഒരു സാഹചര്യം വരിക. അങ്ങനെ ഇനി ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ ഏഴാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിത്വം എന്നതിനപ്പുറത്തേക്ക് കൂടി പ്രതീക്ഷിക്കേണ്ടത് എന്ത് തരംഗമാണ്? ഉത്തർപ്രദേശിൽ ഇപ്പോൾ ഒരു കാര്യം ഇനി നോക്കിക്കാണാനുള്ളത്, ഉത്തർപ്രദേശിലെ NDAയുടെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികൾ, അതുപോലെ അവരുടെ ഘടകകക്ഷികളിലെ സ്ഥാനാർത്ഥികൾ, ഭാനുപ്രിയ പട്ടേലിനെ പോലുള്ളവർക്ക് തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. ഓം പ്രകാശ് രാജ്ഭറിനെ പോലുള്ളവർക്ക് തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. സഞ്ജയ് നിഷാദിന്, ദാരാ സിംഗ് ചൗഹാന്, അതുപോലെ ഈ പ്രതിപക്ഷ ചേരിയിലുള്ള സ്വാമി പ്രസാദ് മൗര്യയ്ക്കൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമാണ്. പക്ഷേ BJP സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശിൽ അവർക്ക് ഒരു ചെറിയ കാര്യം, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ അവർ നോക്കിക്കാണുന്ന ഒരു കാര്യം, ഈ മണ്ഡലങ്ങളിലെല്ലാം ഇപ്പോൾ നടക്കാൻ പോകുന്ന മണ്ഡലങ്ങളിൽ 9 അവർക്ക് വ്യക്തമായ ഒരു ഭൂരിപക്ഷം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിലനിർത്തുക എന്നത് BJPക്ക് ഒരു പ്രധാന വിഷയമാണ്. അതോടൊപ്പം തന്നെ അവരുടെ ഘടകകക്ഷി അപ്നാദൾ, സോണിലാൽ വിഭാഗത്തിന്, അനുപ്രിയ പട്ടേലിനെ പോലുള്ളവർക്ക് 2 മണ്ഡലങ്ങൾ അവരുടെ ഒരു അധീനതയിൽ വലിയ ശക്തിയായുള്ള റോബർട്ട്ഗഞ്ചും മിർസാപൂർ. അതേസമയം രണ്ട് സീറ്റിൽ സിറ്റിംഗ് MP, ADSന്റെ സിറ്റിംഗ് MPമാരാണ് ഇത്തവണ നടക്കുന്ന ഈ 13. 2 പേരിൽ SP ആണ്. 2 പേർ, ബാക്കിയുള്ളവരെല്ലാം സ്വാഭാവികമായും NDAയിൽ നിന്ന് വന്നവരാണ്. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ ഇപ്പോൾ വലിയൊരു അവകാശവാദം മറുപക്ഷത്ത് നിന്ന് ഉയരുന്നുണ്ട്. അവസാന ഘട്ടമാകുമ്പോഴേക്കും ഞങ്ങൾ വിജയിക്കുന്നു. പക്ഷേ അങ്ങനെയൊക്കെ ഉത്തർപ്രദേശിലൊക്കെ വിജയിക്കണമെങ്കിലുള്ളൊരു സാഹചര്യം നോക്കൂ. ഇപ്പോൾ മഹാരാജ് ഗഞ്ച് തന്നെ എടുക്കാം. അവിടെയാണ് BJPയുടെ ഒരു വലിയ കോട്ട.
കഴിഞ്ഞ തവണ അവിടെ പങ്കജ് ചൗധരി ജയിച്ച വോട്ട് 3,40,000 ഭൂരിപക്ഷമാണ്. ഗോരഖ്പൂർ ആണ് അടുത്ത. ഗോരഖ്പൂറിന് എടുത്തു പറയണമെന്ന് വിചാരിക്കുകയാണ്. കാരണം രവി കിഷൻ മത്സരിക്കുന്ന മണ്ഡലം ലാപത്ത ലേഡീസ് വഴി കൂടുതൽ പ്രശസ്തിയിലേക്കൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. പക്ഷേ ഗോരഖ്പൂരിന്റെ സ്വഭാവം നമുക്കറിയാം. യോഗി ആദിത്യനാഥിന്റെ മണ്ഡലമാണ്. അതോടൊപ്പം അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ ഗുരു മഹന്ത അവൈദ്യനാഥിന്റെ മണ്ഡലമാണ്. എത്രയോ കാലങ്ങളായി. അതെ, ബി.ജെ.പിക്ക് പ്രാമുഖ്യമുള്ള മണ്ഡലം. ഇങ്ങനെ ഒരു വാർത്താ പ്രാധാന്യം കൂടെ അതിനകത്ത് കിട്ടി. കഴിഞ്ഞ തവണ 3 ലക്ഷത്തിലധികം വോട്ടുകൾ കൂടിയാണ് രവികൃഷ്ണൻ അവിടെ ജയിച്ചത്. സ്വാഭാവികമായിട്ടും SP ആണ് അപ്പുറത്ത് വരികയും ചെയ്യുന്നത്. ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അത് മാത്രമല്ല, ഇനി അടുത്തിപ്പോൾ കുഷിനഗർ എടുക്കുമ്പോൾ അവിടെ 3,37,000 വോട്ടുകൾക്കാണ് ജയിച്ചിട്ടുള്ളത്. ദിയോറെ എടുക്കുമ്പോൾ 2,49,000 വോട്ടുകൾക്കാണ് BJP സ്ഥാനാർത്ഥി ജയിച്ചിട്ടുള്ളത്. ബൻസോൺ എടുത്താൽ 1,53,000 വോട്ടുകൾക്കാണ് ജയിച്ചിട്ടുള്ളത്. സലീംപൂർ മണ്ഡലത്തിലും സമാനമായി BJPക്കൊരു മേൽക്കൈ ഉള്ളതാണ്. വാരണാസി പ്രധാനമന്ത്രിയുടെ മണ്ഡലമാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെയൊക്കെ ശക്തമായ ഒരു സ്വാധീനമാകാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. SP ജയിച്ച ഘോഷിയിൽ അവർക്ക് അതേപോലെ 1,22,000 വോട്ടിൻ്റെ ഭൂരിപക്ഷവും ഉണ്ടായിരുന്നു. സേലംപൂരിൽ BJPക്ക് 1,12,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഗാസിപ്പൂരിലും പിന്നെ 1,19,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം സമാജ്വാദി പാർട്ടിക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ സമാജ്വാദി പാർട്ടിക്കുള്ള മണ്ഡലങ്ങളിൽ അവർക്ക് വ്യക്തമായ ആധിപത്യമുണ്ട്. BJPക്കുള്ള മണ്ഡലങ്ങളിൽ അവർക്ക് വ്യക്തമായ ആധിപത്യമുണ്ട്. ഇപ്പോൾ ഇത്രയും വോട്ടുകൾ മറിഞ്ഞ് ഒരു പക്ഷത്തേക്ക് ഇത് വരുമോ എന്ന ചോദ്യമാണ്. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ ശക്തമായിട്ട് വിമർശിച്ചുകൊണ്ടേയിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കളെ, സമാജ്വാദി പാർട്ടി. ഉത്തർപ്രദേശിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് 6ാം ഘട്ടത്തിലും ആ തരത്തിലുള്ള വലിയ വിമർശനങ്ങളും പരിഹാസം നിറഞ്ഞ വാക്കുകളും ഒക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന്. ഇപ്പോൾ BJPക്ക് ഇപ്പോൾ ഈ നടക്കുന്ന ഈ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ 13 സീറ്റുകളിലും മുൻതൂക്കം BJPക്കാണെങ്കിലും BJP 2019 തിരിച്ചടി നേരിട്ട ഘോഷി എന്ന മണ്ഡലത്തിലായിരുന്നു ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉള്ളത്. അവിടെ അത് മാത്രമല്ല കേട്ടോ, വേറൊരു കാര്യം, ഈ കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ ഉത്തർപ്രദേശ് തൂത്തുവാരാനുള്ള ശ്രമങ്ങൾ BJP നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. അവർ തോറ്റു നിന്ന ഈ 14 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപകമായ ഗൃഹസമ്പർക്ക പരിപാടികൾ അവിടെ സംഘടിപ്പിച്ചു. അതോടൊപ്പം തന്നെ അവിടേക്ക് ഈ സമ്പർക്ക് അഭിയാൻ എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ തന്നെ ആ മണ്ഡലങ്ങളിൽ കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ അവിടെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളിൽ നിന്ന് ഗുണഭോക്താക്കളായിട്ടുള്ളവർ, അതായത് വിട്ടുപോയ വോട്ടർമാരെ തിരികെ BJPയിലേക്ക് കൊണ്ടുവരാനുള്ള ഈ ഗുണഭോക്താക്കളെ നേരിട്ട് കണ്ട് ഇത് കേന്ദ്ര സർക്കാർ പദ്ധതികളാണ് എന്ന് പറഞ്ഞ് അവരെ ചെയ്യുന്നതിനൊക്കെ വലിയ തോതിലുള്ള പിന്നെ ഒരു നടപടിയുണ്ടായി. ഈ ചില മണ്ഡലങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ഗാസിപ്പൂർ ആയാലും അല്ലെങ്കിൽ ലാൽഗഞ്ച്, നാഗിന, ബിജ്നോർ, അംബേദ്കർ നഗർ, അതുപോലെ ഘോഷി, സംബൽ തുടങ്ങിയ പ്രദേശങ്ങൾ, മെയിൻപുരി, റായ്ബറേലിയിലൊക്കെ അടിത്തട്ടിൽ വലിയ പ്രവർത്തനം നടന്നു എന്നാണ്. ഒരുപക്ഷെ അവിടെ എത്രമാത്രം അതൊക്കെ വിജയിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അവിടെ വോട്ടുകൾ BJPക്ക് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് അവരുടെ ഒരു. അപ്പോൾ അങ്ങനെ ഘോഷിയും BJPക്കൊപ്പം നിൽക്കാതിരുന്ന മണ്ഡലമാണ്. ഇന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രചാരണ റാലി തന്നെ നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞതുപോലെ SPക്കെതിരെ, കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനം. SPയും കോൺഗ്രസ് കുടുംബവും കോൺഗ്രസും അവരുടെ കുടുംബവാദവും നാടിനെ മാഫിയയുടെയും ദാരിദ്ര്യത്തിൻ്റെയും മേഖലയാക്കി എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. പക്ഷേ ജനങ്ങൾക്കറിയാം ആരെയാണ് തെരഞ്ഞെടുക്കുന്നത്. ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെയാണ് ജനം എപ്പോഴും തെരഞ്ഞെടുക്കുന്നതെന്നും മോദി പറയുകയുണ്ടായി. പ്രധാനമന്ത്രിയുടെ വാക്കുകളിലേക്ക്. सपा कांग्रेस के परिवार ने, उनके परिवारवाद ने पूर्वांचल को माफिया का क्षेत्र बना दिया था. अभाव, गरीबी, लाचारी का क्षेत्र बना दिया था. लेकिन 10 साल से पूर्वांचल देश का प्रधानमंत्री चुन रहा है. 7 साल से पूर्वांचल उत्तर प्रदेश का मुख्यमंत्री चुन रहा है. और इसलिए पूर्वांचल सबसे खास है. घोसी, बलिया और सलेमपुर सिर्फ MP नहीं,
बल्कि देश का पीएम चुन रहे हैं। റൈറ്റ്, ഇനി നമുക്ക് ഉത്തർപ്രദേശിൽ നിന്ന് പഞ്ചാബിലേക്ക് കിടക്കാം. ഒറ്റഘട്ടമായിട്ട് പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 13 സീറ്റുകളിലേക്കും പഞ്ചാബിലേക്കും നടക്കുന്നത് ഗുരുദാസ്പൂർ, അമൃത്സർ, ഖദൂർ സാഹിബ്, ജലന്ധർ, ഹോഷിയാർപൂർ, നന്ദപൂർ സാഹിബ്, ലുധിയാന, ഫത്തേഗഡ് സാഹിബ്, ഫരീദ്കോട്ട്, ഫിറോസ്പൂർ, ബത്തിൻഡ, സംഗ്രൂർ, പട്യാല എന്നീ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇത്തവണ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു പ്രതീക്ഷ, ഒരു വശത്ത് മാറി നിന്ന കർഷകർക്കൊപ്പം നിൽക്കുകയാണ് തങ്ങളെന്ന് വിശ്വസിപ്പിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ഒരു നീക്കമാണ് പ്രചാരണ സമയത്തൊക്കെ BJP നടത്തിയത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 6ാം ഘട്ടത്തിലൊക്കെ വളരെ ശക്തമായിട്ട്, അതായത് കർഷക വിഷയങ്ങൾ തന്നെയാണ് പഞ്ചാബിൽ പ്രധാനമായിട്ടും ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് തന്നെ വിലയിരുത്തുന്നു. അല്ല, അവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയൊരു പ്രകടനം കാഴ്ചവെക്കാൻ പറ്റാത്ത ഒരിടമാണ് പഞ്ചാബ്. അവിടെ ഇപ്പോൾ നമുക്ക് ഒരു ഗുർദാസ്പൂരിലും അല്ലെങ്കിൽ ഹോഷിയാർപൂരിലും ഒഴിച്ചാൽ ആ 2 മണ്ഡലങ്ങളിൽ BJPക്ക് ജയിക്കാൻ കഴിഞ്ഞു. ഒരു മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടി ജയിക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും അവിടെ 2ഇടത്ത് ഒഴിച്ചു നിർത്തിയാൽ BJPക്ക് വലിയൊരു മേൽക്കൈ ഉണ്ട് എന്ന് പറയാനുള്ളൊരു സാഹചര്യം പഞ്ചാബിൽ ഇല്ല. പക്ഷേ ഇപ്പോൾ ഒരു പ്രതീക്ഷ ഇന്ത്യ സഖ്യത്തിൻ്റെ ഈ ഭിന്നിപ്പിലാണ്. പക്ഷേ അവിടെ 4 പേരും 4 തരത്തിൽ മത്സരിക്കുന്നു. അത് BJP എങ്ങനെ അത് ആ കർഷകരുടെ വോട്ട് അത് അത്തരം എന്ന് വെച്ചാൽ ഈ BJP വിരുദ്ധമായി ചിന്തിക്കുന്ന ആളുകളുടെ വോട്ടുകൾ 3ആയി ഭിന്നിച്ചു പോകും എന്ന ഒരു പ്രതീക്ഷയാണ് BJPക്കുള്ളത്. അത് വെച്ചുകൊണ്ടാണ് അവർ ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ തവണ ഇപ്പോൾ ഗുർദാസ്പൂരിൽ നമ്മുടെ ധർമ്മേന്ദ്രയുടെ മകൻ സണ്ണി ഡിയോളിനെ ഇറക്കിയാണ് അവിടെ ഒരു തരംഗം BJP സൃഷ്ടിച്ചെടുത്തത്. അതല്ലാതെ അത് സ്വാഭാവികമായും ഒരു പൊളിറ്റിക്കൽ വോട്ട് എന്ന് പറയാനാകില്ല. കാരണം ധർമ്മേന്ദ്ര നമുക്കറിയാലോ, ഒരു കാലത്ത് നമ്മുടെ വെള്ളിത്തിരയുടെ താരരാജാവാണ്. അദ്ദേഹത്തിന്റെ മകൻ എന്ന് പറയുമ്പോൾ മകൻ അത്ര താരരാജാവല്ലെങ്കിലും പക്ഷേ പഞ്ചാബ് കേന്ദ്രീകരിച്ചുള്ള ഗദ്ദാർ അടക്കമുള്ള വലിയ അങ്ങനെയുള്ള പടങ്ങളിൽ നായകനായ ഒരാൾ കൂടിയാണ് സണ്ണി ഡിയോൾ. സ്വാഭാവികമായിട്ടും ആ ഒരു പൾസ് കൂടി ഉണ്ടാകും അദ്ദേഹത്തിന്. അത് ഒരു പക്ഷേ അവിടെ അതുകൊണ്ട് അങ്ങനെയായിരിക്കാം വോട്ട് കിട്ടിയതെന്ന്. അതല്ലാതെ ആകെ ഈ സോം പ്രകാശ് മാത്രമേ BJPയുടെ ഒരു മുൻ കേന്ദ്രമന്ത്രിയും ഒക്കെ ആയിരുന്നു. സോം പ്രകാശ് മാത്രമേ അവിടെ നിന്ന് ഒരു വിജയം അവിടെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു മാറ്റം പഞ്ചാബിൽ BJPയെ സംബന്ധിച്ച് വരുത്തേണ്ടതുണ്ട്. ഈ 13 മണ്ഡലങ്ങളിൽ മത്സരിക്കുമ്പോൾ അവിടെ വലിയൊരു മാറ്റം BJPക്ക് ഉണ്ടായാൽ മാത്രമേ BJPക്ക് അവിടെ ഒരു വിജയം നേടാൻ കഴിയുള്ളൂ. പക്ഷേ അവിടെ ഇപ്പോൾ ഉള്ളൊരു സ്റ്റേറ്റസിൽ അത് കോൺഗ്രസിനോ ആപ്പിനോ ആർക്കൊപ്പം ആ ജനം നിൽക്കുന്നു എന്നൊരു ചോദ്യം. രണ്ടാമത്തേത്, ഒരുപക്ഷെ ഡൽഹിയേക്കാൾ മുമ്പ് ഒരു ലോക്സഭാ സ്ഥാനാർത്ഥിയെ ആം ആദ്മിക്ക് വേണ്ടി ജയിപ്പിച്ചൊരു സംസ്ഥാനമാണ് പഞ്ചാബ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ വീണ്ടും ഒരു കൂടുതൽ ആം ആദ്മി പാർട്ടിക്ക് ഒരു മെച്ചം ഉണ്ടാക്കാൻ കഴിയുമോ? അങ്ങനെ വന്നാൽ അത് അവർക്കൊരു വലിയ നേട്ടമാണ്. ഞാൻ ആം ആദ്മി പാർട്ടിയുടെ കാര്യം പറഞ്ഞുകൊണ്ട്, അതായത് കൂടുതൽ മുൻതൂക്കം ആം ആദ്മി പാർട്ടിക്ക്, പ്രത്യേകിച്ച് കേജ്രിവാൾ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യം, കേജ്രിവാൾ നടത്തുന്ന BJP വിരുദ്ധ പ്രസ്താവനകൾ, അങ്ങനെയുള്ളൊരു ക്രൗഡ് പുള്ളിംഗ് ഒക്കെയുള്ള സമയം കൂടിയാണ്. അപ്പോൾ ഏത് തരത്തിലാണ് ആം ആദ്മി പാർട്ടിക്ക് ഷൈൻ ചെയ്യാൻ കഴിയുക നോക്കുമ്പോൾ നമുക്ക് ഇന്ന് അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബിലുണ്ടായിരുന്നു, പ്രചാരണത്തിലുണ്ടായിരുന്നു. അപ്പോൾ കെജ്രിവാൾ പറയുന്നത് 2 വർഷം കൊണ്ട് പഞ്ചാബിന്റെ വ്യാവസായിക അന്തരീക്ഷം ഏറെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളൊരു അവകാശവാദം, ആം ആദ്മി പാർട്ടിയുടെ അവകാശവാദം അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെക്കുകയാണ്. ഇത്ര ചെറിയ കാലം കൊണ്ട് ഇത്രയും ചെയ്യാൻ കഴിഞ്ഞതിൽ ആം ആദ്മി പാർട്ടിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് കെജ്രിവാൾ പ്രചാരണ റാലിയിൽ പറയുന്നു. അങ്ങനെ പാർട്ടി ചെയ്യുന്ന കാര്യങ്ങൾ, ഭഗവന്ത് മാനിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടി അവിടെ നടപ്പാക്കുന്ന കാര്യങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടായി വരും എന്നുള്ളൊരു പ്രതീക്ഷ, ഒരു ആത്മവിശ്വാസം ആം ആദ്മി പാർട്ടിക്കുണ്ട്. നമുക്ക് ആ വിശകലനത്തിലേക്ക് വരാം, കെജ്രിവാളിന്റെ വാക്കുകൾ കേട്ട ശേഷം. आज से 1 साल पहले मैं पंजाब आया था। मैंने और भगवंत मान साहब ने व्यापारियों के साथ कई सारी मिलनी की थी। हम दोनों अमृतसर गए, जलंधर गए, लुधियाना गए, मोहाली गए और वहां पे हर शहर के व्यापारियों को और उद्योगपतियों के साथ बैठ के 3-3 घंटे तक हमने मीटिंग की थी। आज थोड़ा सा समय कम है क्योंकि चुनाव प्रचार के लिए मुझे जाना है। 3-3 घंटे बैठ के मैंने खुद एक पॉइंट लिखा था, जो जो समस्याएं थी। मेरे जाने के बाद मान साहब ने पूरे पंजाब के अंदर होशियारपुर गए, वो दसुआ गए, दीनानगर गए, पटियाला गए, मोगा गए, पठानकोट गए। वहां पे उन्होंने व्यापारियों के साथ बैठ के मिलनी करी और एक एक
सभा के सारे पॉइंट, सारे बड़े बड़े अधिकारियों को साथ लेके गए थे और सारे पॉइंट्स नोट किए। उनमें से कई चीजों पे काम शुरू हो गया, कईयों पे अभी काम चल रहा है। मैं ये नहीं कहूंगा कि सब कुछ ठीक हो गया, लेकिन एक चीज देखने की जरूरत है। 2 साल हुए हमारी सरकार बने हुए। हमारी सरकार के पहले पंजाब में इंडस्ट्री की और व्यापार की इतनी बुरी हालत थी कि पंजाब की इंडस्ट्री पंजाब छोड़ के मध्य प्रदेश, उत्तर प्रदेश, ഹിമാചൽ പ്രദേശ്, റൈറ്റ്. ആം ആദ്മി പാർട്ടി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറയുമ്പോൾ മനു, ഞാൻ ഇതിനകത്ത് ചോദിക്കുന്നത്, ഭഗവന്ത് മാൻ എന്ന് പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ പഞ്ചാബിലെ നേതാവിനെ സംബന്ധിച്ചോളം, മുഖ്യമന്ത്രിയെ സംബന്ധിച്ചോളം ആ രീതിയിലുള്ള സ്വാധീനമുള്ള ഒരു നേതാവ് കൂടിയാണ്. ആം ആദ്മി പാർട്ടിക്ക് ആ തരത്തിലുള്ള ആ ഒരു ഇഫക്റ്റുമുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം, കെജ്രിവാളിൻ്റെ ജയിൽ വാസം, തിരിച്ചുവരൽ, കെജ്രിവാൾ ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം, അത് ഒരല്പം കൂടി മുൻതൂക്കം ആം ആദ്മി പാർട്ടിക്ക് പഞ്ചാബിൽ നൽകും. അല്ല, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ തവണ ഈ പഞ്ചാബിലെ റിസൾട്ട്സ് നോക്കിയാൽ ഏറ്റവും കൂടുതൽ വോട്ടിൽ ജയിച്ചിട്ടുള്ളത് നമ്മുടെ പട്യാലയിലെ സ്ഥാനാർത്ഥിയായ പർനീത് കൗറാണ്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. അവർ ജയിച്ചത് ആകെ 1,62,000 വോട്ടുകൾക്കാണ്. അതാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം. ഈ പർനീത് കൗർ ഇത്തവണ BJPയിലേക്ക് ചേർന്നിരിക്കുക. പർനീത് കൗർ മാത്രമല്ല, അവർക്കൊപ്പം നമ്മുടെ പിന്നെ റവ്നീത് സിംഗ് ബിട്ടു, അതുപോലെ നിരവധി പേർ, കോൺഗ്രസ് സുശീൽ കുമാർ റിങ്കു തുടങ്ങിയവരൊക്കെ BJPയിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ആം ആദ്മി പാർട്ടി ജയിച്ച സംഗ്രൂറിൽ ആകെ അവർ ജയിച്ചത് 1,10,000 വോട്ടുകൾക്കാണ്. അത് ഒരു നല്ല ഭൂരിപക്ഷം എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. അവിടെ പക്ഷേ ആ സ്ഥാനാർത്ഥി ഭഗവന്ത് മാനായിരുന്നു. ഇത്തവണ സ്ഥാനാർത്ഥി അദ്ദേഹമല്ല. അപ്പോൾ സ്വാഭാവികമായും ആ തിളക്കം അവിടെ ഉണ്ടോ എന്ന സംശയം ഒരു വശത്ത് നിൽക്കുന്നു. പിന്നെ ഒരു പ്രധാന സീറ്റ് എന്ന് പറയുന്നത് ഫിറോസ്പൂറാണ്. അവിടെ സ്വാഭാവികമായും ഒരു SAD എന്ന നിലയിൽ ശിരോമണി അകാലി ദളിനാണ് അവിടെ ഒരു സാന്നിധ്യം. ശിരോമണി അകാലി ദൾ ഏത് ഘട്ടത്തിലും BJPയുമായി സഹകരിച്ചേക്കാം എന്ന് സ്വാഭാവികമായി കരുതേണ്ട ഒരാളാണ്. സുഖ്ബീർ സിംഗ് ബാദലാണ് അവിടുന്ന് കഴിഞ്ഞ തവണ 1,90,000 വോട്ട്. മറ്റുള്ളവരെല്ലാം തന്നെ വളരെ 50,000 തോളം വോട്ടുകളുടെ ഒരു വ്യത്യാസത്തിലാണ്, അല്ലെങ്കിൽ അതിൽ താഴെ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് പലയിടത്തും ജയിച്ചിട്ടുള്ളത്. ഇപ്പോൾ രവ്നീത് സിംഗ് ബിട്ടു 76,000 വോട്ടുകൾക്ക് ലുധിയാനയിൽ നിന്ന് ജയിച്ചു, പക്ഷേ അദ്ദേഹം പാർട്ടി വിട്ടു. അപ്പോൾ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി, ഇവരെല്ലാം പാർട്ടി വിട്ടിരിക്കുന്നു. BJP പാർട്ടി വിട്ടവരെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവർക്ക് സീറ്റ്. അല്ല, അത് പക്ഷേ ആ തരത്തിൽ തന്നെ ഇന്ത്യ സഖ്യം പ്രതിരോധിക്കുന്നില്ല. എന്തുകൊണ്ട് നേതാക്കൾ BJPയിലേക്ക് പോകുന്നു? BJP ഇവരെ ഭീഷണിപ്പെടുത്തുന്നു, കേസെടുക്കുമെന്ന് സമ്മർദ്ദം ചെലുത്തുന്നു, സാമ്പത്തികമായിട്ടുള്ള പ്രലോഭനങ്ങളിൽ വീഴ്ത്തുന്നു. ഇത് പ്രചാരണത്തിൽ അവർ ആ തരത്തിൽ തന്നെ. അല്ല, പക്ഷേ അതൊക്കെ സ്വാഭാവികമായി ആളുകൾ അത് ആ വിശ്വാസം നഷ്ടപ്പെടുകയില്ല. അങ്ങനെ പ്രലോഭനത്തിൽ വീഴുന്ന ആളുകളാണ് നേതാക്കളായി ഉള്ളത് എന്ന ചിത്രം വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ആളുകളിൽ ആ വിരക്തി, അത് കോൺഗ്രസിലേക്ക് ആ വോട്ട് പോകുമോ അതോ ആം ആദ്മി പാർട്ടിയിലേക്ക് ആ വോട്ട് പോകുമോ എന്ന ചോദ്യമാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ BJPയിലേക്ക് പോകും. അപ്പോൾ BJPക്ക് അത് നേട്ടമാക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ഗുണം ചെയ്യാം. പക്ഷേ കോൺഗ്രസിന് വലിയ ഒരു പാളിച്ച പറ്റുന്ന അവരുടെ നേതാക്കൾ പോകുന്നു എന്നത് അവരെ സംശയത്തിൻ്റെ മുൾമുനയിൽ പഞ്ചാബിൽ വളരെ കൂടുതലായി നിർത്തുന്നു എന്നതാണ്. അതാണ് പഞ്ചാബിലെ ഒരു പൊതുചിത്രം. നമ്മളിനി ഹിമാചൽ പ്രദേശിലേക്ക് കൂടി കടക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാലാകാലങ്ങളായിട്ട് BJPയും കോൺഗ്രസും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഹിമാചൽ പ്രദേശ്. 4 ലോക്സഭാ സീറ്റുകളാണ് ഹിമാചലിലുള്ളത്. ഹമീർപൂർ, കാൻഗ്ര, മാണ്ഡി, ഷിംല. ഇതിൽ ഒരെണ്ണം പട്ടികജാതി സംവരണമുള്ള മണ്ഡലമാണ്. ഒറ്റഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ 2019 BJP 4 സീറ്റ് നേടിയ സ്ഥലം കൂടിയാണ്. ഇപ്പോൾ 6 നിയമസഭാ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കോൺഗ്രസ് ചാരമാകും എന്ന് ഉള്ള സർവേകളൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ സീറ്റുകളും BJP തൂത്തുവാരും എന്നുള്ളൊരു സൂചന. ഈ ആഭ്യന്തര കലാപം വളരെ ശക്തമായിട്ട് നടക്കുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യം കൊണ്ടുണ്ട്. അപ്പോൾ പല തരത്തിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായിട്ടുള്ള ഒരു പരീക്ഷണ ഘട്ടം കൂടിയായി മാറുകയാണ് ഈ 2 തെരഞ്ഞെടുപ്പുകളും. പക്ഷേ ഇതിലെന്താ, എനിക്കിപ്പോൾ ഇതൊക്കെ ഒരു വലിയൊരു ആശങ്ക. കോൺഗ്രസ് വലിയ പ്രതീക്ഷയൊക്കെ വെച്ച് പുലർത്തുന്നുണ്ട്. ഹിമാചൽ അവർക്ക് ഭരണമുള്ളൊരു സ്ഥലമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും അവിടെ തിരിച്ചു വരാൻ കഴിയും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. പക്ഷേ അവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കണക്കുകളാണ് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായി നിൽക്കുന്നത്. ഇപ്പോൾ
നമ്മളെടുക്കുക ഹാമിർപൂറിലെടുക്കൂ, അവിടെ ഹിമാചൽ പ്രദേശിൽ മത്സരിക്കുന്ന അനുരാഗ് സിംഗ് താക്കൂർ, നമ്മുടെ കേന്ദ്രമന്ത്രി വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് കൈകാര്യം 3,99,000 എന്ന് വെച്ചാൽ 4 ലക്ഷം വോട്ടിൻ്റെയാണ് ഭൂരിപക്ഷം. അടുത്ത കാംഗ്ര എടുക്കൂ, അവിടെ ഹിമാചൽ പ്രദേശിൽ കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷം 4,77,000 എന്ന് വെച്ചാൽ ഏതാണ്ട് അതും 5 ലക്ഷമായി. മണ്ഡിയിൽ ഹിമാചൽ പ്രദേശിൽ കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷം 4,05,000 വോട്ടുകളാണ്. കുറവുള്ളത് എന്ന് പറയുന്നത് ഷിംലയിലാണ്. അവിടെ BJP സ്ഥാനാർത്ഥി ജയിച്ചത് ഏറ്റവും കുറവ് ഭൂരിപക്ഷത്തിൽ ജയിച്ചത് 3,27,000. അപ്പോൾ ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ അത് എങ്ങനെ സാധ്യമാകും എന്ന ഒരു ചോദ്യം അവിടെ പിന്നെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഈ ഹാമിർപൂർ എന്നൊക്കെ പറയുന്ന മണ്ഡലം നമ്മുടെ പിന്നെ അനുരാഗ് സിംഗ് താക്കൂർ മത്സരിക്കുമെങ്കിലും അദ്ദേഹത്തിൻ്റെ അച്ഛൻ പ്രേംകുമാർ ദുഗൽ 87 മുതൽ കൈവശം ഒരു തവണയായിട്ട് കോൺഗ്രസിന് പോയിട്ടുള്ളൂ. അത്രയും BJPയുടെ പരമ്പരാഗത മണ്ഡലങ്ങൾ അടക്കം ഇതിനകത്തുണ്ട്. കോൺഗ്രസിന് വേണ്ടി മാറി ചിന്തിക്കുമോ ഹിമാചൽ എന്നുള്ളൊരു ചോദ്യം അപ്രസക്തമാണ് എന്ന ഒരു അവരുടെ കുടുംബം പോലെ ഒരു 40 കൊല്ലമൊക്കെ കയ്യിൽ വെച്ചിരുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ഇത്തവണ ഒരു വലിയ മഹാത്ഭുതം നടക്കുമോ? കഴിഞ്ഞ തവണ 3,99,000 വോട്ടിന് ജയിച്ച മണ്ഡലത്തിൽ ഇവിടെ എന്ന് വെച്ചാൽ അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ കോൺഗ്രസിനകത്തുണ്ടാകുന്ന വിഷയങ്ങൾ, ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തന്നെ ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നുണ്ടോ? അല്ല, സ്വാഭാവികമായും അവിടെ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ലോക്സഭയിലേക്ക് ആയതുകൊണ്ട് തന്നെ കോൺഗ്രസിന് അവിടെ അതിനകത്തുണ്ടായുള്ള പ്രശ്നങ്ങൾ അവരെ ബാധിക്കുമായിരിക്കും. പക്ഷേ സ്വാഭാവികമായും ഞാൻ നോക്കുന്ന അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഹിമാചൽ പ്രദേശിലെ ഈ ഇവരുടെ ഒരു മേൽക്കൈ, ഇപ്പം നമ്മുടെ അവിടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി നോക്കും, മണ്ഡിയിൽ കങ്കണ റാവത്താണ് മത്സരിക്കുന്നത്. കങ്കണ റാവത്ത് ഒരു ചലച്ചിത്ര താരമാണ്, BJPയുടെ മണ്ഡലമാണ്. ജയിച്ചിരിക്കുന്നത് 4,77,000 വോട്ടുകൾക്കാണ്. എന്ന് വെച്ചാൽ 5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഓൾറെഡി BJPക്കുള്ള മണ്ഡലത്തിലാണ് ഒരു ചലച്ചിത്ര താരം ചെന്ന് ഇറങ്ങുന്നത്. വിക്രമാദിത്യ സിംഗ് ഒരു സീസൺഡായിട്ടുള്ള ഇത്തവണ ശക്തമായൊരു എതിരാളിയെ കൊടുത്തിട്ടുണ്ട്. ഞാനില്ലെന്ന് പറയുന്നില്ല. വിക്രമാദിത്യ സിംഗ് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛനും ഒക്കെ വളരെ അറിയപ്പെടുന്ന രാഷ്ട്രീയ അവിടുത്തെ നേതാക്കളൊക്കെ ആണല്ലോ. പക്ഷേ അതുകൊണ്ടൊന്നും ഈ പ്രശ്നം പരിഹരിക്കുമോ എന്ന ചോദ്യം വലിയ ശക്തമായി അവിടെ ഉണ്ട്. വിക്രമാദിത്യ സിംഗിന് ഈ മണ്ഡലം പിടിക്കാൻ കഴിയുമോ എന്നൊക്കെ ഉള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ. അതെ, പക്ഷേ കോൺഗ്രസിന് ആത്മവിശ്വാസക്കുറവൊന്നും പ്രകടമാക്കുന്നില്ല. കോൺഗ്രസ് രാഹുൽ ഗാന്ധി തന്നെയാണ് പ്രചാരണത്തിന് മുൻനിരയിൽ ഇപ്പോൾ നിൽക്കുന്ന. രാഹുൽ ഗാന്ധി ഇന്ന് ഹിമാചൽ പ്രദേശിലായിരുന്നു. രാജ്യത്തെ പാവപ്പെട്ടവരുടെ പട്ടിക തയ്യാറാക്കും അധികാരത്തിൽ വന്നാൽ, ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ എന്നാണ് രാഹുൽ ഗാന്ധി ഹിമാചൽ പ്രദേശിലെ പ്രചാരണ റാലിയിൽ പറഞ്ഞത്. മോദി അദാനിമാരെ സഹായിക്കുക മാത്രം ചെയ്യുന്നു, ജനം ഇത് തിരിച്ചറിയുന്നുണ്ടെന്നും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും കൂടി രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി. ഹിമാചലിൽ രാഹുൽ സംസാരിച്ച വാക്കുകൾ. 10 साल में उन्होंने 16 लाख करोड़ रुपया 22-25 लोगों को दिया. मतलब 22 अरबपति उन्होंने बनाए हैं. अगर आप अदानी की शेयर प्राइस देखें, प्रधानमंत्री नरेंद्र मोदी स्वेर इन होते हैं और उसके एकदम बाद आज आप जाके गूगल पे देखिए, अदानी जी की शेयर प्राइस बढ़ती जाती है, बढ़ती जाती है, बढ़ती जाती है. डायरेक्ट पूरा देश जानता है, जो शेयर खरीदते हैं जानते हैं कि भैया अगर नरेंद्र मोदी है तो अदानी का बिजनेस आसमान में जाएगा. पूरा देश जानता है, सारे इन्वेस्टर्स जानते हैं. तो इन्होंने 22 अरबपति बनाए. अब हमें भी काम करना है. हम करोड़ों लाखपति बनाने जा रहे हैं. देश के सारे गरीब लोगों की लिस्ट बनेगी. ये हमारा पहला काम होगा. देश के सारे गरीब लोगों की लिस्ट बनेगी. हर परिवार में से, हर गरीब परिवार में से एक महिला का नाम चुना जाएगा. हिमाचल प्रदेश में, उत्तर प्रदेश, तमिलनाडु, हर प्रदेश में इस लिस्ट में किसान के परिवार होंगे, मजदूर के होंगे, बेरोजगार युवाओं के परिवार होंगे, छोटे व्यापारियों के परिवार होंगे. റൈറ്റ്, സ്ത്രീകൾക്ക് വേണ്ടി, കർഷകർക്ക് വേണ്ടി, യുവാക്കൾക്ക് വേണ്ടി ഞങ്ങളിതാ പുതിയ പദ്ധതികൾ വാഗ്ദാനം ചെയ്യുന്നു എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. കോൺഗ്രസിനെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ആഭ്യന്തര പ്രശ്നമുള്ള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം
അത് കോൺഗ്രസ് എന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാനത്തെ ഒരു സംഘടനാ സംവിധാനത്തിന് ഊർജം നൽകുന്നതാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടുന്ന ഓരോ വോട്ടും, അധികം നേടുന്ന ഓരോ വോട്ടും എന്നുള്ളൊരു തിരിച്ചറിവ് കോൺഗ്രസിനുണ്ട്. അത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിൽ വ്യക്തമാകുകയും ചെയ്യുന്നത്. അപ്പോൾ ദേശീയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെയധികം ഉയർന്ന വോട്ട് ഷെയറിൽ കഴിഞ്ഞ തവണ നേടിയ ഒരു വിജയം BJPക്ക് കൈമുതലായിട്ടുണ്ടെങ്കിൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു വരവിനുള്ള ഒരു പാതയും ബാക്കി നിൽക്കുന്നില്ല എന്നൊരു വിശകലനമുണ്ടോ? അല്ല, സ്വാഭാവികമായി അവിടെ കോൺഗ്രസും ഇത്തവണ വിട്ടുകൊടുക്കാനും തീരുമാനിച്ചിട്ടില്ല. നല്ല സ്ഥാനാർത്ഥികളെ തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. ഇപ്പോൾ ആനന്ദ് ശർമ്മയായാൽ നമുക്കറിയാം, വളരെ കാലം കോൺഗ്രസിൻ്റെ നേതൃരംഗത്തുള്ള ആളാണ് അദ്ദേഹം. പിന്നെ അഖിലേന്ത്യാ വക്താവായിരുന്നു. കോൺഗ്രസിന് അറിയപ്പെടുന്നൊരു നേതാവാണ് കങ്കറയിൽ മത്സരിക്കുന്നത്. പക്ഷേ അവിടെ ഉള്ളത് പിന്നെ BJP സ്ഥാനാർത്ഥി എന്ന് പറയുന്ന രാജീവ് ഭരദ്വാജ്, അവിടുത്തെ സംസ്ഥാന BJPയുടെ വൈസ് പ്രസിഡൻ്റാണ്. അദ്ദേഹവും ആണ് ഇത് നേരിടാൻ എത്തുന്നത്. മണ്ഡിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കങ്കണ റാവത്താണ്. പിന്നെ ഈ വിക്രമാദിത്യ സിംഗും അവിടുത്തെ നല്ല ഒരു ജനപ്രതിനിധി. അപ്പോൾ കങ്കണ ഈ അടുത്ത് ഇപ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഈ നേതാക്കളുടെ മക്കളെ തന്നെ വീണ്ടും തിരഞ്ഞെടുക്കണോ എന്നൊക്കെ ചോദിച്ച് ഉള്ള പ്രചരണങ്ങൾ അവർ നടത്തുന്നു. അപ്പോൾ വിക്രമാദിത്യ സിംഗ് അവിടെ ശക്തനായ ഒരു നേതാവാണ്. പിന്നെ വരുന്നത് ഹമീർപൂറിലാണ്. അവിടെ എനിക്ക് തോന്നുന്നില്ല ഒരു വിജയപ്രതീക്ഷയും വേറെ ആർക്കും വെച്ച് പുലർത്തേണ്ട ഒരു കാര്യമുണ്ടോ എന്നത് സംശയമാണ്. അത് അനുരാഗ് താക്കൂറിൻ്റെ കുടുംബ മണ്ഡലമാണ്. അത് പ്രതീക്ഷകൾക്ക് അപ്പുറത്താണ്. പിന്നെ ഒരു കോൺഗ്രസ്സിന് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്ഥലം ഷിംലയാണ്. അത് പിന്നെ ഒരു ഷെഡ്യൂൾഡ് റിസർവ്ഡ് മണ്ഡലമാണ്. അവിടെ സുരേഷ് കുമാർ കശ്യപിനെ വിനോദ് സുൽത്താൻപൂരി നേരിടുന്നുണ്ട്. അവിടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഏറ്റവും BJPക്ക് ഭൂരിപക്ഷം കുറഞ്ഞ മണ്ഡലം, ഭൂരിപക്ഷം കുറഞ്ഞതെന്ന് പറയുമ്പോൾ 3,27,000 വോട്ട് ആണ് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം. അത് നേടിയ മണ്ഡലമാണ്. അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ കഴിയുമോ എന്നൊക്കെ പരീക്ഷിച്ചു നോക്കാം. അല്ലാതെ ഇത് അതിനപ്പുറത്തേക്കൊരു ആത്മവിശ്വാസം കോൺഗ്രസിന് ഉണ്ടാകേണ്ടത്. എന്ത് കൂടുതൽ കിട്ടിയാലും അത് കോൺഗ്രസിന് ബോണസ് ആകുന്ന സംസ്ഥാനം കൂടിയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹിമാചൽ പ്രദേശ്. ഇനിയും ബീഹാർ അടക്കമുള്ള വളരെ രാഷ്ട്രീയപരമായിട്ട് വളരെ നിർണായക ചലനങ്ങളൊക്കെ നടന്ന തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന സംസ്ഥാനങ്ങളുമുണ്ട്. നമുക്കതിലേക്ക് അതിൻ്റെ വിശകലനങ്ങളിൽ കൂടി വരാം ഒരു ചെറിയ ഇടവേള. ഇനി ബീഹാറിലേക്ക് കടക്കുമ്പോൾ ബീഹാറിൽ നിന്ന് 40 പാർലമെന്റ് അംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ 7 ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 17 സീറ്റ് നേടി, JDU 16 സീറ്റ്, LJP 6 സീറ്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1 സീറ്റും നേടിയ സാഹചര്യമുണ്ട്. ഇത്തവണ നളന്ദ, പട്ന സാഹിബ്, പാടലിപുത്ര, ആറ, ബക്സർ, സസാരം, കാരക്കാട്, ജഹാനാബാദ് എന്നീ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം, JDUവിനെ സംബന്ധിച്ചിടത്തോളം ഈ വീണ്ടും ഒരു കൂടുമാറ്റവും ഒക്കെ സംഭവിച്ചതിന് ശേഷം ഫേസ് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. പക്ഷേ നിതീഷിൻ്റെ ഒരു പ്രഭ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അത്യന്തം മങ്ങിപ്പോയൊരു സാഹചര്യമുണ്ട് എന്നൊരു വിലയിരുത്തലുകളില്ലേ? BJPയും നരേന്ദ്രമോദി തന്നെ പ്രചാരണത്തിൽ അവിടെ മുന്നിൽ നിൽക്കുന്നൊരു സാഹചര്യം. പക്ഷേ അത് JDUവിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൻ്റെ ഒരു സ്വഭാവം, അത് കുറേ കൂടി ഒരു കൺവെൻഷണൽ വോട്ടർമാരാണ് അവിടെ ഉള്ളത്. അവിടെ ഒരു ജനതാ പാർട്ടിയുടെ ഒരു ഇപ്പോഴും ആ മണ്ണിൽ ആ മണമുണ്ട്. ജനതാ സർക്കാരുകളുടെ കാലത്തെ ഉണ്ടായിട്ടുള്ള ഒട്ടനവധി മാറ്റങ്ങൾ നടന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ ലാലു പോലും അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഇപ്പോഴും ആ ജനതാദൾ എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ആ ഒരു ഇതുണ്ട്. ഇപ്പോൾ പക്ഷേ ഞാനിപ്പോൾ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് പുറത്തുനിന്നുള്ള നമ്മുടെ ഒരു ഫീലിന് അപ്പുറത്തേക്ക് ഇതിൻ്റെ ഒരു കണക്കുകളിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ മണ്ഡലങ്ങൾ മുഴുവൻ കഴിഞ്ഞ തവണ NDA ജയിച്ച മണ്ഡലങ്ങളാണ്. നളന്ദയിൽ അവിടെ NDA JDU സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിച്ചത്, കൗശലേന്ദ്ര കുമാർ. 2,56,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ ഇദ്ദേഹം ജയിച്ചത്, JDU സ്ഥാനാർത്ഥി. ജഹാനാബാദും JDU സ്ഥാനാർത്ഥി ജയിച്ച 1,70,75,000 വോട്ടുകൾക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് മാറി എത്രമാത്രം മാറാൻ കഴിയും ഈ മണ്ഡലങ്ങൾക്ക് എന്നതാണ്. അങ്ങനെ മാറുകയാണെങ്കിൽ വലിയ കാര്യമായിരിക്കും. പക്ഷേ അത് വലിയ തെരഞ്ഞെടുപ്പ് അട്ടിമറി വിജയം എന്ന് നമുക്ക് വിളിക്കാം. പക്ഷേ അത് സാധ്യമാണോ എന്നത് ഒരു വശത്ത് നിൽക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ BJP മറ്റൊരു പ്രധാന മണ്ഡലം പാറ്റ്നയിലാണ്. പറ്റ്നയിൽ അവിടെ നമുക്കറിയാം രവിശങ്കർ പ്രസാദ് കേന്ദ്രമന്ത്രിയാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം വളരെ ജനകീയനാണ്. രവിശങ്കർ പ്രസാദിനെ അറിയുന്നവർക്കൊക്കെ അറിയാം. അദ്ദേഹം ആളുകളോടൊക്കെ വളരെ അടുത്ത് ഇടപഴകുന്ന, എല്ലാവരുടെയും സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുക, അങ്ങനെ ഒരു ജനകീയനായ ഒരു നേതാവാണ്. അദ്ദേഹത്തിനെ പരിചയപ്പെട്ടവർക്കെല്ലാം ആ ഒരു അനുഭവം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ആ രവിശങ്കർ പ്രസാദ് 2,84,000 വോട്ടുകൾക്കാണ്
പെട്നയിൽ നിന്ന് കഴിഞ്ഞ തവണ ജയിച്ചു കയറിയത്. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ച് വേണം ഇവിടെ വലിയ അട്ടിമറികൾ നടക്കുമോ എന്ന് നമുക്ക് ചിന്തിക്കാൻ. ഞാൻ ആ JDUവിൻ്റെ വിഷയം തന്നെ ഒന്ന് എടുത്തു പറയാം. നിതീഷിൻ്റെ പ്രഭ നഷ്ടപ്പെടുന്നു. ഞാനത് പറയുന്നത് മെയ് 12 പാട്നയിൽ റാലി നടക്കുന്നു. നരേന്ദ്രമോദി പങ്കെടുക്കുന്ന റാലി നടക്കുകയാണ്. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിയ ചിത്രത്തിന് ഇങ്ങേയറ്റത്ത് വളരെ ചെറിയൊരു രീതിയിൽ താമര പിടിച്ചു നിൽക്കുന്ന, കുനിഞ്ഞ് വളരെ ഭവ്യതയോട് നിൽക്കുന്ന നിതീഷിനെയാണ് ചിത്രത്തിനകത്തുള്ളത്. ഒരു സമയത്ത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുമോ എന്ന് പോലും കരുതിയിരുന്ന നിതീഷ് ആ രീതിയിലേക്ക് പ്രചാരണ സമയത്ത് ഒതുക്കപ്പെട്ടു, അല്ലെങ്കിൽ ചുരുങ്ങിപ്പോയി എന്നുള്ളൊരു വിഷയം ഒരു വശത്ത് നിൽക്കുന്നു. അതെന്തുകൊണ്ട് എന്നുള്ള കാര്യം. രണ്ടാമത്തത്, നിതീഷിന് ശേഷം ഉയർത്തിക്കാട്ടാൻ JDUവിന് ഒരു യുവ നേതാവില്ല. കൂടുതൽ യുവ നേതാക്കളിലേക്ക് ശ്രദ്ധ, ഇപ്പോൾ ചിരാഗ് പാസ്വാനൊക്കെ കൂടുതൽ ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു നിതീഷ് ഇറ കഴിഞ്ഞു, ആ ഒരു കാലഘട്ടം കഴിഞ്ഞു എന്നൊരു തോന്നൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വ്യക്തമായിട്ട് നൽകുന്നില്ല എന്ന് കാണിച്ചു. അല്ല, അത് നിതീഷിനേക്കാൾ എനിക്ക് തോന്നുന്നു അവിടെ താരപ്രചാരകൻ മോദി തന്നെയാണ്. അപ്പോൾ നിതീഷ് ഇന്ത്യ മുന്നണി ഇല്ല എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പ്രചരണം ആദ്യം നടത്തി, അദ്ദേഹത്തിൻ്റെ ബോർഡ് വന്നു, പിന്നെ അദ്ദേഹം അതൊന്ന് വിട്ടുപോയി. പക്ഷേ അദ്ദേഹം ഒരു വളരെ തന്ത്രശാലിയായ ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തിന് ബീഹാറിൻ്റെ പൾസ് അറിയാം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അദ്ദേഹം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിരിച്ചുപോയതിൻ്റെയും ഒരു പ്രധാന കാരണം, അങ്ങനെ പോയില്ലെങ്കിൽ JDU അവിടെ ഏതാണ്ട് നാമാവശേഷമാകുന്ന സാഹചര്യം ഉണ്ടാക്കാൻ BJP കഴിയും, അതിൽ പിളർപ്പുണ്ടാക്കാൻ കഴിയും എന്നൊക്കെ അവർക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈ തിരിച്ചുപോക്ക് നടന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ BJP മണ്ഡലങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ എടുത്തു നോക്കിയാൽ, ഇപ്പോൾ അരാഹ് മണ്ഡലത്തിലാണ് തെരഞ്ഞെടുപ്പ്. RK സിംഗ് എന്നൊരു സാധാരണ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്നത്. 1,47,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. ബുക്സാറിൽ അശ്വിനി കുമാർ ചൗബെ കേന്ദ്രമന്ത്രി ജയിച്ചത് 1,17,000 വോട്ടുകൾക്കാണ്. അപ്പോൾ ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം നേരത്തെ തന്നെ അവിടെ BJP നടത്തിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ നളന്ദയിലെ 2,56,000 വോട്ടർമാർ മാറി ചിന്തിച്ചാൽ മാത്രമേ അവിടെ ഇനിയൊരു പുതിയ സ്ഥാനാർത്ഥി ജയിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതൊക്കെ സാധ്യമാണോ എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം. ഏതായാലും കണക്കുകൾ BJPയുടെ കോട്ട, ജനതാദളിൻ്റെ കോട്ട എന്ന തരത്തിലാണ് ഈ പ്രദേശങ്ങളെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അല്ല, അപ്പോൾ ഒരു ജാതി സമവാക്യം ഇപ്പോൾ JDUവിൻ്റെ മഹാദളിതർ ഉൾപ്പെടെയുള്ള പിന്നാക്ക വിഭാഗങ്ങൾ, RJDയുടെ യാദവ വിഭാഗം, അങ്ങനെ ഒരു ഇക്വേഷൻ അതാണല്ലോ നിലനിന്ന് പോരുന്നത്. അപ്പോൾ ആ ഇക്വേഷന് ഒരു വ്യത്യാസം സംഭവിച്ചിരിക്കുന്നു. ആ ഒരു വോട്ട് ബാങ്ക് സ്പ്ലിറ്റ് ആകുന്ന ഒരു സാഹചര്യം, അത് പരിപൂർണമായിട്ട് NDA സഖ്യത്തിന്, JDU അടക്കമുള്ള അലയൻസിന് ഗുണകരമാകും, അങ്ങനെ കണ്ണടച്ചു പറയാൻ കഴിയുമോ? അല്ല, സ്വാഭാവികമായും ഈ യാദവർ എല്ലാ കാലത്തും ഈ ബീഹാറിൽ വലിയ ഒരു രാഷ്ട്രീയ ശക്തിയാണ്. അവിടെ ഒരു തമാശയ്ക്ക് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, പോപ്പ് കാ ഹെ റോം, പിന്നെ യാദവ് കാ ഹെ മതിപൂർണ്ണ, അങ്ങനെയൊക്കെയുള്ള, അത് വെച്ചാൽ ഓരോ സ്ഥലവും യാദവരുടേതാണെന്ന്. പോപ്പ് എങ്ങനെ റോമിൽ എത്രമാത്രം പ്രസക്തനാണോ അതേപോലെ ഈ ഇവിടുത്തെ ഓരോ മണ്ഡലങ്ങളിലും യാദവർ അവരുടെ പ്രാധാന്യമുള്ളവരാണ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ എല്ലാ ഘട്ടത്തിലുമുണ്ട്. അത് സ്വാഭാവികമായും അതിനെയൊക്കെ താലോലിച്ച് തന്നെയാണ് അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതൊരു വലിയൊരു ഈ ബീഹാർ അല്ലെങ്കിൽ ഇങ്ങനെ ഗ്രാമീണ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു പ്രശ്നം, വലിയൊരു താരപ്രചാരകനെ അവിടെ ഇറക്കുമ്പോൾ ആ ഒരു ഓറയിലേക്ക് പെട്ടെന്ന് ഗ്രാമീണ ജനത വീണു പോകുന്നൊരു സാഹചര്യമുണ്ട്. ബീഹാർ ഇപ്പോഴും ആ ഒരു പ്രശ്നത്തിലാണ്. മാത്രമല്ല, ബീഹാറിൽ ചെറിയ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ BJPക്ക് അല്ലെങ്കിൽ ഈ സർക്കാരിനെ കഴിഞ്ഞു, അല്ലെങ്കിൽ ഡബിൾ എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ അവിടുന്ന് നടത്തിയിട്ടുണ്ട്. ഈ സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടോ എന്ന സംശയമാണ്. സ്വാഭാവികമായ ഒരു ജനതാ കൾച്ചർ അവിടെയുണ്ട്. BJP കൂടുതൽ ഇപ്പോൾ ഈ രാം ജന്മഭൂമിയൊക്കെ എനിക്ക് തോന്നുന്നു ബീഹാറിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലോക്സഭ ഞാൻ അപ്പോഴും ചോദിക്കുന്നത്, എനിക്ക് നിതീഷിൻ്റെ ഒരു ഭാവി എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി, അങ്ങനെയാണ് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കന്മാർ ആ സമയത്ത് പറഞ്ഞിരുന്നത്. അതിൽ ഏറെക്കുറെ കഴമ്പില്ല. ഇനി 7ാം ഘട്ടം കഴിഞ്ഞു പോകുമ്പോൾ നിതീഷ് കുമാർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ജനപ്രീതി, സ്വാധീനം, രാഷ്ട്രീയ ഭാവി, ഇതെല്ലാം കൂടെ തീരുമാനിച്ച് അവസാനിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്റർ പൂർണ്ണമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായി ഇത് മാറുന്നു എന്നുള്ളൊരു വിഷയം. അദ്ദേഹത്തിന് കൂടുതൽ സാധ്യതകൾ വർദ്ധിക്കുമെന്നാണ് അദ്ദേഹം കരുതുന്നത്. BJPക്കകത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തായാലും ഇന്ത്യ മുന്നണിയിൽ ചെന്നാൽ അദ്ദേഹത്തിനൊരു സാധ്യത, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചിരാഗ് പാസ്വാനെയൊക്കെ പോലെ ഒരു യുവ നേതാക്കൾക്ക് കൂടുതൽ സ്വാധീനം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ അവിടെയുണ്ട്. അപ്പോൾ ചിരാഗ് പാസ്വാൻ എന്ന് പറയുന്ന അത് ഈ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരിൽ അങ്ങനെ നിൽക്കുന്നു. 4-5 മണ്ഡലങ്ങളിൽ രാംവിലാസ് പാസ്വാൻ മുമ്പുണ്ടാക്കിയ ഒരു പ്രയോഗത്തിന്റെ ഭാഗമായി നിൽക്കുന്നു എന്നേ ഉള്ളൂ. അതൊക്കെ ഈ അച്ഛൻ മകനിലേക്ക് മാറുന്ന രാഷ്ട്രീയ പാർട്ടിയൊക്കെ അതിൻ്റെ ഒരു കാലക്രമേണ അതൊരു മണ്ഡലത്തിലേക്ക് ചുരുങ്ങി അവരങ്ങ് ആ ഒരു കേന്ദ്രമായി പോകുന്ന ഒരു സാഹചര്യമാണ്
ഇന്ത്യയിൽ പൊതുവെ കാണുന്നു. വൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ സാഹചര്യമൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു എന്താ പറയുക, ഒരു കുടുംബാധിപത്യം പോലെ ഒരു പാർട്ടിയെ കൊണ്ടു നടക്കുന്നതിനോടൊക്കെ ആളുകൾക്ക് താല്പര്യം വലിയ പാർട്ടികളോടാണ്. ഇപ്പോൾ ചെറിയ പാർട്ടികളൊക്കെ ആ നിലയ്ക്ക് ഇപ്പോൾ വളരെയധികം പ്രതിസന്ധി നേരിടുന്നുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത് എനിക്ക് തോന്നുന്നത് ഈ ബീഹാറിൽ അതിൻ്റെ മുഖ്യമന്ത്രിയായി തന്നെ നിലയുറപ്പിക്കാനാണ് നിതീഷ് ഇപ്പോഴാകുന്നത്. അദ്ദേഹം തുടർച്ചയായി 9 തവണയായല്ലോ. ഇനി അദ്ദേഹം അല്ല, അത് ഇന്ത്യ എടുക്കുന്ന നിലപാട് ഏതാണെന്നുള്ളത് അതൊരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു വിഷയമാണ്. ബിജെപിക്കാണ് വിട്ടുകൊടുത്തിരിക്കുന്നത് ബീഹാറിൽ. ഇപ്പോൾ ലോക്സഭയിലേക്ക് കൂടുതൽ സീറ്റുകൾ ബിജെപിക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അസംബ്ലി മണ്ഡലം തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തിന് മേൽക്കൈ കൊടുക്കുന്ന ഒരു നിലപാടിന്റെ ഉണ്ടാകാം എന്നൊരു ബാർഗൈനിങ് ഉണ്ടാകാം എന്ന്. അത് ബിജെപി ആ തരത്തിലേക്ക് എടുക്കുമോ അതോ ഇത് കഴിയുമ്പോൾ അവസാനിക്കുമോ നിതീഷ് എന്നുള്ളതൊക്കെ? നിതീഷിന് പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ വളരെ ചെറുതായി കാണാനൊന്നും പറ്റില്ല. അദ്ദേഹം ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും എങ്ങോട്ട് ചാടുമെന്നുള്ളത് കഴിഞ്ഞ 9 തവണ അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ ആളുകൾക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് അത് വ്യക്തമായി ആ ഒരു നിലപാട് അറിയാവുന്നത് കൊണ്ട് അത്തരം ഒരു സേഫർ സോണിൽ നിന്നുകൊണ്ടുള്ള ഒരു കളിയെ ബിജെപി കളിക്കുകയുള്ളൂ എന്നുള്ള വിശകലനങ്ങൾ വരുന്നുണ്ടല്ലോ. ബീഹാറിൽ ഒരു വലിയ ഒരു കരുത്തനായ ഒരു നേതാവിനെ ഉയർത്തി കാണിക്കാൻ അങ്ങനെ ഇല്ലാത്ത രവിശങ്കർ പ്രസാദ് അവിടുത്തെ ജനപ്രിയനാണ്. അങ്ങനെയല്ലാതെ ഒരു വളരെ ഒരു എന്താ പറയുക, ഇപ്പോൾ അവർ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിനെ ഉയർത്തി കാണിക്കുന്നത് പോലെ ഉയർത്തി കാണിക്കാൻ ഒരു നേതാവിനെ കൊണ്ടുവരുന്ന ഘട്ടത്തിൽ നിതീഷ് കുമാറിന് മാറേണ്ടി വരും. റൈറ്റ്. ഏതായാലും ബിജെപി ഇന്ന് ജഹാനാബാദിലായിരുന്നു ബിജെപി ദേശീയ അധ്യക്ഷൻ JP നദ്ദ പ്രചാരണത്തിനായി എത്തിയത്. അപ്പോൾ RJDക്കെതിരെ ആണ് വലിയ വിമർശനം, ഇന്ത്യ സഖ്യത്തിനെതിരെയാണ് നദ്ദ വിമർശനം ഉന്നയിച്ചത്. ബീഹാർ ജംഗൽ രാജാണ് കണ്ടുകൊണ്ടിരുന്നത്. 2005 മുൻപ് ഉച്ച കഴിഞ്ഞ് ഈ നിൽക്കുന്ന ജഹാനാബാദിലേക്ക് ആരെങ്കിലും വരികയോ പോകുകയോ ചെയ്യാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കർഷകരൊക്കെ ഈ നാട് വിട്ട് മറ്റ് നാടുകളിലേക്ക് കുടിയേറി പോവുകയായിരുന്നു. കൊലപാതകങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളുമാണ് സ്ഥിരമായി നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ സ്ഥിതി മാറിയിരിക്കുന്നു. തേജസ്വി യാദവിന് എന്തറിയാം എന്നും നദ്ദ ചോദിക്കുന്നത് പരിഹാസം കലർത്തിക്കൊണ്ടാണ്. ലാലു പ്രസാദ് യാദവിൻ്റെ ഭരണത്തിൽ ബീഹാർ എത്രത്തോളം വേദനയാണ്, കഷ്ടപ്പാടാണ് അനുഭവിക്കേണ്ടി വന്നത്, അതൊന്നും ജനം ഒരു കാലത്തും മറക്കില്ല എന്നും നദ്ദ കൂട്ടിച്ചേർത്തു. BJP ദേശീയ അധ്യക്ഷന്റെ വാക്കുകളിലേക്ക്. बिहार ने जंगल राज देखा, आप भूल गए होंगे। जहानाबाद में 3 बजे के बाद 2005 से पहले न कोई आता था न कोई जाता था। बोलो, मैं सच बोल रहा हूँ कि नहीं बोल रहा हूँ? अगर मैं सच बोल रहा हूँ तो जोर से बोलो हाँ। ये सच था कि नहीं था? बोलो, किसान पलायन कर रहे थे कि नहीं कर रहे थे? बोलो, हत्याएं हो रही थी कि नहीं हो रही थी? बोलो, अपहरण हो रहा था कि नहीं हो रहा था? बोलो, फिरौती मांगी जा रही थी कि नहीं मांगी जा रही थी? ये बच्चा तेजस्वी क्या जाने बाप के कारण, इसको क्या पता? ये क्या जाने कि क्या बिहार को दंश सहना पड़ा है? क्या बिहार को मुसीबत सहनी पड़ी है? आप भूल गए होंगे, मैं भूलने वाला नहीं हूँ. റൈറ്റ്. JP നദ്ദയുടെ വാക്കുകൾ. ഇനി നമുക്ക് ഒഡീഷയുണ്ട്, ജാർഖണ്ഡുണ്ട്, ഛത്തീസ്ഗഡുമുണ്ട്. വളരെ പെട്ടെന്ന് തിരികെ എത്താം. BJPയിലേക്ക് ഒരു ഇടവേള. ഇനി നമ്മൾ കടക്കുന്നത് ഒഡീഷയിലേക്കാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന സംസ്ഥാനമാണ് ഒഡീഷ. 6 ലോക്സഭാ മണ്ഡലങ്ങൾക്കൊപ്പം 42 നിയമസഭാ മണ്ഡലങ്ങൾ കൂടി അവസാന ഘട്ടത്തിൽ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്നു. BJDയും BJPയുമാണ് ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും നേരിട്ട് ഏറ്റുമുട്ടുന്നത്. കഴിഞ്ഞ തവണ BJD 12 സീറ്റുകൾ നേടിയപ്പോൾ BJP 8 സീറ്റുകളാണ് നേടിയത്. കോൺഗ്രസ് 1 സീറ്റ് നേടുകയും ചെയ്തിരുന്നു. ഒഡീഷയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചാരണത്തിനെത്തുക, വളരെ പരിഹസിച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾ നവീൻ പട്നായിക്കിന് നേരെ നടത്തുക, അതിന് മറുപടി നവീൻ കൊടുക്കുക, അങ്ങനെ ഒരു വാക്പോര് കഴിഞ്ഞ 6ാം ഘട്ടത്തിലൊക്കെ വളരെ സജീവമായിട്ട് നടക്കുന്ന ഒരു സാഹചര്യം. സ്വാഭാവികമായും അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിനുമുള്ള ഒരു തർക്കമായി കണ്ടാൽ മതി. ആത്യന്തികമായി BJDയെ അവരുടെ പാളയത്തിലേക്ക് കൊണ്ടുപോകാനാണ് BJP ആഗ്രഹിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ അങ്ങനെയൊന്നും സാധ്യമായില്ല എന്നുള്ളത് മാത്രമേ ഒരു തർക്കമുള്ളൂ. ഏതായാലും അവിടെ ഈ ഒട്ടനവധി വിഷയങ്ങൾ പ്രചരണ രംഗത്തുണ്ട്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിലെ താക്കോല് കാണാനില്ല എന്നതുകൊണ്ട് ഒട്ടനവധി വിഷയങ്ങൾ, തൊഴിലില്ലായ്മ വരെയുള്ള വിഷയങ്ങൾ അവിടെ വലിയ തോതിൽ ചർച്ചയാവുകയാണ്.
പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ മണ്ഡലങ്ങളിൽ രണ്ടിടത്ത് മാത്രമേ കഴിഞ്ഞ തവണ BJP ജയിച്ചിട്ടുള്ളൂ. അത് മയൂർഭഞ്ചിലും ബാലാസോറിലും മാത്രമാണ് കഴിഞ്ഞ തവണ BJPക്ക് സീറ്റ് കിട്ടിയിട്ടുള്ളത്. മറ്റ് ഭദ്രക്, അതുപോലെ ജജ്പൂർ, കേന്ദ്രപ്പാറ തുടങ്ങിയ മണ്ഡലങ്ങളെല്ലാം BJD ജയിച്ച മണ്ഡലങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഒറീസയിൽ അവരുടെ സിറ്റിംഗ് 2 മണ്ഡലങ്ങൾ പിടിച്ചു നിർത്തുക എന്നതിനപ്പുറത്തേക്ക് വലിയ ദൗത്യമൊന്നുമില്ല. പറ്റുമെങ്കിൽ മറ്റേതെങ്കിലും മണ്ഡലത്തിൽ നിലപാട് അവരുടെ സാഹചര്യം കൂടി മെച്ചപ്പെടുത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. അത് അത്ര എളുപ്പവുമല്ല. നമ്മുടെ ഈ ജജ്പൂരിൽ എടുക്കുകയാണെങ്കിൽ 1 ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് അവിടെ BJD സ്ഥാനാർത്ഥി ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ബിർജു ജനതാദൾ സ്ഥാനാർത്ഥി അതേപോലെ കേന്ദ്രപ്പാറയിലാണെങ്കിൽ അവിടെ 1.5 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. അപ്പോൾ അവർക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. ജഗത്സിൻപൂരിലാണെങ്കിൽ 2,71,000 വോട്ടുകൾക്കാണ് രാജശ്രീ മാലിക് അവിടെ നിന്ന് കഴിഞ്ഞ തവണ BJD സ്ഥാനാർത്ഥിയായി ജയിച്ചു വന്നത്. അപ്പോൾ അവിടെയൊക്കെ ആ ഒരു വിജയം സ്വാഭാവികമായും ഇത്തവണയും ആവർത്തിക്കും എന്നേ പ്രതീക്ഷിക്കാനുള്ളൂ. BJPക്ക് 2 മണ്ഡലങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമേ ഉള്ളൂ. സ്വാഭാവികമായും അവിടെ വിജയിച്ചാൽ അവർക്കത് നഷ്ടമില്ലാത്ത ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയാനാണ്. ഏതായാലും ചരിത്രം സൃഷ്ടിക്കും ഒഡീഷ എന്നാണ് കഴിഞ്ഞ തവണ 6ാം ഘട്ടത്തിൽ ഒഡീഷയിൽ എത്തിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ നവീൻ പട്നായിക്കിനെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്ന ഇതിനിടയിൽ പോലും BJP പ്രധാനമന്ത്രിയുടെ തന്നെ വാക്കുകളിൽ ആ രീതിയിലുള്ള ഒരു വലിയ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നേ പറയുന്ന കാര്യമായി മാത്രമേ കണക്കാക്കുള്ളൂ. ഒറീസയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഒരു ജനതാദൾ അനുകൂല മണ്ണാണ്. ബിജു ജനതാദളിൽ അവിടെ ജനങ്ങളുടെ ഇടയിൽ വലിയ മതിപ്പുണ്ട്. പിന്നെ BJPയുടെ സമ്പദ് പാത്രയും അങ്ങനെയൊക്കെ ചില ആളുകൾ അവിടെ നിന്ന് ജയിച്ചു വരുന്നു. അവർ അവിടെ കുറേയൊക്കെ ജനപ്രീതിയായിട്ടൊക്കെ വരുന്നു. പിന്നെ ഈ ജഗന്നാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അത് സ്വാഭാവികമായും BJP അതിലൊക്കെ ചില മുതലെടുപ്പുകൾ നടത്താനൊക്കെ രാഷ്ട്രീയമായി ശ്രമിക്കുന്നുണ്ട്. ആ വിഷയങ്ങളിലൊക്കെ അവർക്ക് ചില പിന്തുണ കിട്ടുന്നു. അതിപ്പോൾ ഇപ്പോൾ സമ്പദ് പാത്രയ്ക്ക് അത് ഇപ്പോൾ ഒരു വലിയ തലവേദനയും അദ്ദേഹം പൂരിയിലെ ഭഗവാൻ മോദിയുടെ ആരാധകനാണെന്ന് പറഞ്ഞ് അതൊരു മണ്ടത്തരം അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. അത് തെറ്റുപറ്റിയെന്ന് അദ്ദേഹം തിരുത്തി. ഇപ്പോൾ ആ തെറ്റ് തിരുത്താൻ അദ്ദേഹം ഉപവാസം ഇരിക്കുകയാണെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലായത്. ഏതായാലും അതൊക്കെയാണ് അവിടുത്തെ ഒരു സാഹചര്യം. അപ്പോൾ അതിനപ്പുറത്തേക്ക് പിന്നെ അവിടുത്തെ ബിർജു ജനതാദളിന് അവിടെ വലിയ അടിത്തറയുണ്ട്. ആ ഒറീസയുടെ ഹൃദയത്തിൽ ആ ഒറീസ പിന്നെ പ്രാദേശിക വികാരം ഒക്കെ അവർക്ക് ഉണ്ട്. അതാണ് അവരുടെ ഒരു മേൽക്കൈയായി അവർ കൊണ്ടു നടക്കുകയും ചെയ്യുന്നത്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കാനുള്ളത് കോൺഗ്രസിന് ഇനി അവിടെ ഒറീസയിൽ കാര്യമായി ഒന്നും ചെയ്യാനില്ല. നിയമസഭയിൽ പോലും അവർക്ക് 9 സീറ്റാണ് ആകെ കിട്ടിയത്. അത് എന്ന് പറയുന്നത് 147 സ്ഥലത്ത് മത്സരിച്ചിട്ട് 9 സീറ്റ് കൊണ്ടാണ് അവർ നിയമസഭയിൽ അവർക്കുള്ള ഒരു ആധിപത്യം. അപ്പോൾ അതൊന്നും ഇനി കോൺഗ്രസിന് അവിടെ ഇനി തിരിച്ചു വരണമെങ്കിൽ ഇതുപോലെ ഫണ്ടില്ല എന്നതുകൊണ്ട് ഒഡീഷയിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി പിന്മാറിയ ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അവർ സ്വന്തം ഫണ്ട് കണ്ടെത്തിക്കോളാനാണ് അവരോട് ആവശ്യപ്പെട്ടത്. കാരണം അങ്ങനെ വലിയൊരു ഇതില്ല. പിന്നെ ഒരു രേവന്ത് റെഡ്ഡിയെ പോലെ DK ശിവകുമാറിനൊക്കെ പോലെ ഒരു പ്രഗത്ഭൻ വന്ന് ഇനി ഒറീസ ഉഴുതുമറിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും മറ്റൊന്ന് കൂടി ഇപ്പം നവീൻ പട്നായിക്കിലേക്ക് നോക്കുമ്പോൾ ഈ VK പാണ്ഡ്യൻ ഇഫക്റ്റ് ഒരു വശത്ത് നിൽക്കുന്നു. അതാണല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്, ഒരു പാണ്ഡ്യൻ യുഗം തുടങ്ങാനുള്ള ഒരു സാധ്യത. അങ്ങനെ മറ്റൊരു തരത്തിലേക്ക് അവിടെ ഒരു രാഷ്ട്രീയ സമവാക്യമൊക്കെ മാറുന്നു. സാധ്യത കുറവാണ്. അവിടെ ബിജു ജനതാദളിന് വലിയ സ്വാധീനമുള്ള മണ്ഡലം. ഇപ്പോൾ ഈ കാളഹണ്ടി പോലെ ഉള്ള സ്ഥലങ്ങളിൽ സമ്പൽപൂർ അവിടെയൊക്കെ കുറച്ച് BJPക്ക് കരുത്തുണ്ട്. പ്രത്യേകിച്ച് ഈ നോർത്തേൺ മേഖലയിൽ ആ ഒരു ഇതിനപ്പുറത്തേക്ക് ഇപ്പോഴും താഴെ വെസ്റ്റേൺ ഒറീസ എന്ന് പറയുന്നത് പൂർണ്ണമായും ബിർജു ജനതാദളിൻ്റെ കയ്യിലാണ്. ഓക്കെ റൈറ്റ്. നമുക്കിനി ഒഡീഷയിൽ നിന്ന് നമുക്ക് ഇനി കടക്കാവുന്നത് പശ്ചിമ ബംഗാളിലേക്കാണ്. പശ്ചിമ ബംഗാളിലെ 9 മണ്ഡലങ്ങളിലാണ് അവസാന ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ദംദം, ബരാസത്, ബസിർഹത്ത്, ജയ്നഗർ, മഥുരാപൂർ, ഡയമണ്ട് ഹാർബർ, ജാദവ്പൂർ, കൊൽക്കത്ത, ദക്ഷിണ കൊൽക്കത്ത, ഉത്തര കൊൽക്കത്ത എന്നീ മണ്ഡലങ്ങളിലെ വോട്ടർമാരാണ് ഇത്തവണ വിധി പറയുന്നത്. ഇത്തവണ ഈ കഴിഞ്ഞ ഈ 6 ഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റ് ഒരു രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നടക്കാത്തൊരു സാഹചര്യമുണ്ട് കൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം. ഈ മണ്ഡലങ്ങൾ ഇപ്പോൾ ഈ 7ാം ഘട്ടത്തിൽ വന്നിട്ടുള്ള ഈ മുഴുവൻ മണ്ഡലങ്ങളും മമതാ ബാനർജിയുടെ മണ്ഡലങ്ങളാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അവിടെ വേറെ ഒരു സാധ്യത തന്നെ ഇല്ല എന്ന് പറയാം. ഇപ്പോൾ ദംദം ആയാൽ അത് TMCയുടെ കയ്യിലാണ്. അവിടെ ഇപ്പോൾ CPMന് കുറച്ച് സ്വാധീനമുള്ള ഒരു മണ്ഡലം. ഇതിലിപ്പോൾ ആകെ ഞാൻ നോക്കിയിട്ട് കാണുന്നത് ദംദം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളിടത്തെല്ലാം മമതയുടെ വലിയ അപ്രമാദിത്വമാണ്. ഇപ്പോൾ ഈ ബരാസത്തിൽ കഴിഞ്ഞ തവണ പിന്നെ TMC ആണ് ജയിച്ചിരിക്കുന്നത്. 1,10,000 വോട്ടാണ് ഭൂരിപക്ഷം.
അതുപോലെ ബാസിർഹത്തിൽ നോക്കും 3,50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ നിന്ന് ജയിച്ചിരിക്കുന്നത്. ജയ്നഗറിലെ ഭൂരിപക്ഷം 3,16,000 TMCയുടെ. പിന്നെ അതേപോലെയാണ് നമ്മുടെ ജാദവ്പൂരിൽ അവിടെ കഴിഞ്ഞ തവണ മത്സരിച്ച ഒരു സിനിമാ താരമാണ് മിമി ചക്രവർത്തി. അവർ പാട്ടുകാരിയും സിനിമാ താരവും ഒക്കെയാണ്. അവർ ജയിച്ചിരിക്കുന്ന 2,95,000 വോട്ടുകൾക്കാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായി അതൊക്കെ മമതയുടെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയാവുന്ന സ്ഥലത്താണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ കൊൽക്കത്ത ദക്ഷിണിലാണെങ്കിൽ 1,50,000 വോട്ടിനാണ് കഴിഞ്ഞ തവണ TMC സ്ഥാനാർത്ഥി മാലാ റോയ് അവിടുന്ന് ജയിച്ചത്. മാലാ റോയ് അവിടെ വളരെ താഴെ തട്ടിലൊക്കെ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെയൊക്കെ ചെയർപേഴ്സണായൊക്കെ വന്നിട്ടുള്ള ആളാണ്. ഉത്തർ കൊൽക്കത്തയിൽ സുദീപ് ബന്ദോപാധ്യായ 1,77,000 വോട്ടുകൾക്കാണ് BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഇനി എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ അത് സ്വാഭാവികമായും അവിടെ TMC അങ്ങനെ തകർന്നടിയുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ എന്ന് എനിക്കറിയാം. എനിക്ക് തോന്നുന്നു അത്തരം വലിയ ഇപ്പൊ സന്ദേശ് കാലി പോലും BJPയെ സംബന്ധിച്ചോളം തെരഞ്ഞെടുപ്പിന് മുൻപ് വലിയ വിഷയമാക്കി ഉയർത്തി കൊണ്ടുവരാനുള്ള ശ്രമമൊക്കെ നടന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് അതിന്റെ 1ാം ഘട്ടമായപ്പോഴേക്കും അത് ആ ഒരു വലിയ ശക്തിയൊന്നും 7ാം ഘട്ടത്തിൽ അവിടെ പ്രത്യേകിച്ച് BJPക്ക് ഒന്നും ചെയ്യാനില്ല. മമതയുടെ മണ്ഡലത്തിൽ ഒരു 2ാം ആയി വരിക എന്നുള്ളതേ ഉള്ളൂ. കോൺഗ്രസിനും CPM-നെ അവിടെ സംബന്ധിച്ച് അവരിനി 2ഉം കൂടി മത്സരിച്ചാലും 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കണക്കേ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളൂ. ഈ 4-5 ലക്ഷം വോട്ടർമാരിൽ ഇനി എത്ര പേർ മാറി 3 ലക്ഷം വോട്ടിൻ്റെയൊക്കെ ഭൂരിപക്ഷത്തിൽ ജാദവ്പൂരിലൊക്കെ ജയിച്ച സ്ഥാനാർത്ഥി ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ അവിടെ പിന്നെ തോറ്റുപോകുന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് എന്തായാലും കൊൽക്കത്തയുടെ ഇനി പ്രവചനാതീതമായ മത്സരം അല്ല 7ാം ഘട്ടത്തിൽ പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ഇനി പോകുന്നത് ഝാർഖണ്ഡിലേക്ക് കൂടിയാണ്. ഝാർഖണ്ഡിൽ 3 മണ്ഡലങ്ങളാണ് അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിനെത്തുന്നത്. രാജ്മഹൽ, ധുംക, ഗോദ മണ്ഡലങ്ങളിലെ വോട്ടർമാർ ഇത്തവണ വിധി എഴുതുകയും ചെയ്യുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയുള്ള ഒരു സാഹചര്യം. ഝാർഖണ്ഡിനെ സംബന്ധിച്ചിടത്തോളം സോറൻ ജയിലിൽ നിന്ന് പുറത്തു വരാൻ പ്രചാരണ സമയത്തും പുറത്തു വരാനുള്ള ആ ഒരു നീക്കം നടത്തി. ആ നീക്കം കോടതി തള്ളിയ ഒരു സാഹചര്യമൊക്കെ നിൽക്കുമ്പോൾ JMM അത് തന്നെ വലിയ വിഷയമാക്കി പ്രചാരണ സമയത്ത്. അല്ലെങ്കിലും ഈ 3 മണ്ഡലങ്ങളും JMM-ന്റെ മണ്ഡലങ്ങളാണ്. അവിടെ രാജ്മഹലാണെങ്കിൽ അവിടെ നമ്മുടെ വിനയ് കുമാർ ഹൻസ്ദാക്ക് അവിടുന്ന് കഴിഞ്ഞ തവണ ജയിച്ചത് 1 ലക്ഷം, അത് 99,100 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. JMM-ന്റെ ഒരു ഉറച്ച മണ്ഡലമാണ്. സ്വാഭാവികമായും ഇത്തവണയും അതവിടെ കിട്ടാൻ കഴിയും. അതുപോലെ ഈ പിന്നെ ഇനി ഇവിടെ ഒരു സംശയം ഉള്ളത് ഈ ദുംക മണ്ഡലത്തിൽ എന്ത് സംഭവിക്കുന്നത്. ദുംക മണ്ഡലം ഷിബു സോറൻ്റെ മണ്ഡലമാണ്. അദ്ദേഹം അവിടുന്ന് 50,000 വോട്ടുകൾക്ക് ജയിച്ചു കയറിയ ഒരു മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ BJP ആ സോറൻ കുടുംബത്തിൽ തന്നെ ഒരു ഭിന്നിപ്പുണ്ടാക്കി ഷിബുവിൻ്റെ മൂത്ത മകൻ ദുർഗ സോറൻ്റെ ഭാര്യ സിതാ സോറനെ അവിടെ സ്ഥാനാർത്ഥിയായി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കുടുംബത്തിനകത്തുള്ളൊരു പിളർപ്പും കാര്യവും കൊണ്ട് അവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമെങ്കിൽ ആ ദുംക മണ്ഡലത്തിൽ ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയും. ഗോധയിൽ കഴിഞ്ഞ തവണ നിഷികാന്ത് ദുബൈ 1,87,400 വോട്ടുകൾക്ക് ജയിച്ചു കയറിയ മണ്ഡലം. അപ്പോൾ ഇവിടെയൊക്കെ സ്വാഭാവികമായും ആ ഒരു എനിക്ക് തോന്നുന്നില്ല വേറെ പ്രത്യേകിച്ച് പുതിയ സംഭവങ്ങൾക്ക് എന്തെങ്കിലും സാധ്യതയുണ്ട്. റൈറ്റ്. ഇനി നമ്മൾ ചണ്ഡീഗഡിലേക്കൂടെ കടക്കുമ്പോൾ നമ്മൾ ഈ ഒറ്റ നോട്ടത്തിലുള്ള 7ാം ഘട്ടം പൂർണ്ണമാകുകയാണ്. കനത്ത മത്സരത്തിനാണ് ചണ്ഡീഗഡ് ലോക്സഭാ മണ്ഡലവും സാക്ഷിയാകുന്നത്. BJPയുടെ സഞ്ജയ് ടണ്ടനെതിരെ കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരിയാണ് ഇവിടെ നേരിടുന്നത്. അവിടെ ഈ സഞ്ജയ് ടണ്ടൻ അവിടുത്തെ ഒരു മുനിസിപ്പൽ കൗൺസിലറൊക്കെ ആയി രംഗത്ത് വന്നിട്ടുള്ളതാണ്. അദ്ദേഹം വലിയ പദയാത്രയൊക്കെ നടത്തി വളരെ ശക്തമായ ഒരു പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാനും വകയുണ്ട്. കാരണം ചണ്ഡീഗഡ് കഴിഞ്ഞ തവണ BJP അവിടുന്ന് പിന്നെ പിടിച്ചെടുത്തൊരു മണ്ഡലമാണ്. നമ്മുടെ ചലച്ചിത്ര താരം അനുപം ഖീറിൻ്റെ ഭാര്യ കിരൺ ഖേറാണ് അവിടെ നിന്ന് BJP സ്ഥാനാർത്ഥിയായി 2 തവണ ജയിച്ചത്. കിരൺ ഖേർ നല്ല ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് ജയിച്ചു. ഇത്തവണ അവർക്ക് ക്യാൻസറും മറ്റ് അസുഖങ്ങളും ഒക്കെ ഉണ്ട്. അവർ മാറിയെന്നാണ് അവർ പറഞ്ഞത്. ഏതായാലും അതുകൊണ്ട് താൻ തെരഞ്ഞെടുപ്പിനില്ല എന്നവർ പറഞ്ഞ ഘട്ടത്തിലാണ് സഞ്ജയ് ടണ്ടനെ BJP ഇത്തവണ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നത്. ചണ്ഡീഗഡ് BJPക്ക് സുഖമായി ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ കോൺഗ്രസ് നല്ലൊരു സ്ഥാനാർത്ഥിയെ അവരുടെ ഒരു ദേശീയ തലത്തിലുള്ളൊരു നേതാവിനെ തന്നെ അവിടെ ഇറക്കിയിരിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന് ആകെയുള്ളൊരു. റൈറ്റ്. ഏതായാലും ഇനി ജൂൺ 1 വരെയുള്ള ദിവസങ്ങളാണ്, 5 ദിവസം കൃത്യമായിട്ടില്ല. അപ്പോൾ ഇനി വിശദമായിട്ട് തന്നെ നമുക്ക് ഓരോ സംസ്ഥാനങ്ങളിലേക്കും കടക്കണം. അതേത് തരത്തിലാണ് വിജയസാധ്യതകൾ, തോൽവിക്കുള്ള ആശങ്ക ആർക്കാണ് എന്നുള്ളതെല്ലാം നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യും വരും ദിവസങ്ങളിലും. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ വീണ്ടും നാളെ 8 മണിക്ക് കാണാം. നമസ്കാരം.